ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പാരാമെട്രിക് കേർവ്സിനെ പറ്റിയാണ് പഠിക്കുന്നത്. ഓക്കെ, പാരാമെട്രിക് കേർവ് എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ പഠിച്ചിട്ടുള്ള കേർവ്സിൻ്റെ ഇക്വേഷൻ അല്ലെങ്കിൽ ഫങ്ഷൻസൊക്കെ എക്സിലും വൈയിലും അല്ലേ. പാരാമെട്രിക് എന്ന് പറഞ്ഞാൽ ആ എക്സിനെയും വൈനെയും ഒരു തേർഡ് വേരിയബിൾ അല്ലെങ്കിൽ മറ്റൊരു പാരാമീറ്റർ ടിയിലേക്ക് എക്സ്പ്രസ് ചെയ്യാം. ഓക്കെ, അതാണ് പാരാമെട്രിക് കേർവ്സ് ഓർ പാരാമെട്രിക് റെപ്രസെൻറ്റേഷൻ എന്ന് പറയുന്നത്. ജസ്റ്റ് ഡെഫിനിഷൻ നോക്കുക. If x and y are given as continuous functions, x equal to f of t, y equal to g of t. കണ്ടില്ലേ, എക്സും വൈയും ടിയിലുള്ള ഒരു ഫംഗ്ഷനാക്കി മാറ്റി. ഓവർ ആൻ ഇൻ്റർവെൽ ഓഫ് ടി വാല്യൂസ്, ദെൻ ദി സെറ്റ് ഓഫ് പോയിൻറ്റ്സ് എക്സ് കോമ വൈ, കാർട്ടീഷ്യൻ കോർഡിനേറ്റ്സ് ഇല്ലേ, എക്സ് കോമ വൈ എന്ന് പറഞ്ഞാൽ എഫ് ഓഫ് ടി കോമ ജി ഓഫ് ടി, ഡിഫൈൻഡ് ബൈ ദീസ് ഇക്വേഷൻസ് ഈസ് എ കേർവ് ഇൻ ദി കോർഡിനേറ്റ് പ്ലെയിൻ. അതായത് എക്സിനെയും വൈനെയും ടിയിലേക്ക് മാറ്റിയിട്ടുണ്ടല്ലേ. എന്നിരുന്നാലും ആ ഒരു പോയിൻ്റ് എന്ന് പറയുന്നത്, ആ ഒരു ഇക്വേഷൻ എന്താണ്, ഒരു കേർവാണ്. എവിടെയുള്ള കേർവ്? ആ കോർഡിനേറ്റ് പ്ലെയിനിലുള്ളത്. ദ ഇക്വേഷൻസ് ആർ, ഈ ഇക്വേഷൻസിനെ ടിയിലേക്ക് മാറ്റിയിട്ടുള്ള ഇക്വേഷൻസ് നമ്മൾ വിളിക്കുക പാരാമെട്രിക് ഇക്വേഷൻസ് ഫോർ ദി കേർവാണ്. ഏതാണോ നമുക്ക് അതിനുള്ള കേർവ്, ആ കേർവിൻ്റെ പാരാമെട്രിക് ഇക്വേഷൻസ്. ഓക്കെ, ദി വേരിയബിൾ ടി ഈസ് എ പാരാമീറ്റർ ഫോർ ദി കേർവ്. ആ കേർവിൻ്റെ പാരാമീറ്ററാണ് ടി എന്ന് പറയുന്നത്. അത് ഡിഫൈൻ ചെയ്തിട്ടുള്ള ഇൻ്റർവെല്ലായി അതിൽ ഡൊമൈൻ നമ്മൾ പറയുക പാരാമീറ്റർ ഇൻ്റർവെൽ എന്നാണ്. ടി എവിടെ നിന്നിട്ട് എവിടെ വരെയാണോ വാരി ചെയ്യുന്നത്, ടി ഡിഫൈൻ ചെയ്തിട്ടുള്ള ഇൻ്റർവെലിനെ പറയുന്ന പേരാണ് പാരാമീറ്റർ ഇൻ്റർവെൽ. ഇഫ് ഐ ഈസ് എ ക്ലോസ്ഡ് ഇൻ്റർവെൽ എ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ടി ലെസ് ദാൻ ഓർ ഈക്വൽ ടു ബി, ദി പോയിൻറ്റ് എഫ് ഓഫ് എ കോമ ജി ഓഫ് എ ഈസ് ദി ഇനീഷ്യൽ പോയിൻറ്റ് ഓഫ് ദി കേർവ് ആൻഡ് എഫ് ഓഫ് ബി കോമ ജി ഓഫ് ബി ഈസ് ദി ടെർമിനൽ പോയിൻറ്റ് ഓഫ് ദി കേർവ്. അതായത് ടി എ ടു ബി ആണ് വാരി ചെയ്യുന്നത് എങ്കിൽ എഫ് ഓഫ് എ ടു ജി ഓഫ് എ എന്ന് പറയുന്നത് ഇനീഷ്യൽ പോയിൻറ്റും എഫ് ഓഫ് ബി ജി ഓഫ് ബി എന്ന് പറയുന്നതിൻ്റെ ടെർമിനൽ പോയിൻറ്റുമാണ് ആ കേർവിൻ്റെത്. പാരാമെട്രിക് കേർവ് എന്ന് പറഞ്ഞാൽ എക്സും വൈയിലും ഉള്ള ഇക്വേഷൻസ് അല്ലെങ്കിൽ കേർവ്സ് എന്തിലേക്ക് റെപ്രസെൻറ്റ് ചെയ്യുക, ഒരു തേർഡ് വേരിയബിൾ ടി എന്ന് പറയുന്ന മറ്റൊരു പാരാമീറ്ററിലേക്ക് റെപ്രസെൻറ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ എക്സ് ഈക്വൽ ടു എഫ് ഓഫ് ടിയും വൈ ഈക്വൽ ടു ജി ഓഫ് ടിയും അല്ലേ. അപ്പോൾ എഫ് ഓഫ് ടി ജി ഓഫ് ടി എന്ന് പറഞ്ഞാൽ കോർഡിനേറ്റ് പ്ലെയിനിലുള്ള ഇക്വേഷൻസ് ആണ്. ഓക്കെ, അപ്പോൾ അത് നമ്മൾ പാരാമെട്രിക് ഇക്വേഷൻ എന്നാണ് വിളിക്കുക. കാരണം വേറൊരു ടി എന്ന് പറഞ്ഞാൽ പാരാമീറ്ററിലേക്ക് അതിനെ ചേഞ്ച് ചെയ്തത് കൊണ്ട്. എന്നാൽ ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെക്കുക. ദെൻ നമുക്ക് കുറച്ച് പാരാമെട്രിക് കേർവ്സിന് എക്സാമ്പിൾസ് ആണ് ഇത് പഠിക്കാൻ പോകുന്നത്. നോക്കുക, ഒരു പാരാമെട്രിക് ഇക്വേഷൻ, ഒരു കേർവിൻ്റെ ഇക്വേഷനോ ആ ഇൻ്റർവെല്ലും തന്നിട്ടുണ്ട്. എക്സ് ഈക്വൽ ടു കോസ് ടി, വൈ ഈക്വൽ ടു സൈൻ ടി, 0 ലെസ് ദാൻ ഓർ ഈക്വൽ ടു ടി ലെസ് ദാൻ ഓർ ഈക്വൽ ടു 2π. അതായത് എക്സ് ടിയിലേക്ക് തന്നു, വൈ ടിയിലേക്ക് തന്നു, ടി വാരി ചെയ്യുന്ന ഇൻ്റർവെല്ലും തന്നിട്ടുണ്ട്. ഓക്കെ, അപ്പം നമ്മളോട് പറഞ്ഞിട്ടുണ്ട് ടി 0യും 2π ആണെങ്കിൽ, ഓക്കെ, ഇത് എഫ് ഓഫ് ടി, ഇത് ജി ഓഫ് ടി ആണെങ്കിൽ എഫ് ഓഫ് 0 ജി ഓഫ് 0 ഇനീഷ്യൽ പോയിൻറ്റും എഫ് ഓഫ് 2π ജി ഓഫ് 2π ടെർമിനൽ പോയിൻറ്റും ആണ്. അപ്പം നമുക്കിത് ഏത് കേർവിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നുണ്ട് എന്ന് നോക്കണം. അപ്പോൾ അതിന് ടി നമ്മൾ എന്ത് ചെയ്യുക, എലിമിനേറ്റ് ചെയ്യുകയാണ്. ടി എലിമിനേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കാർട്ടീഷ്യൻ പ്ലെയിനിൽ ആരാന്ന് മനസ്സിലാവും. അപ്പോൾ ജസ്റ്റ് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഞാൻ ചെയ്താൽ എന്താ കിട്ടുക, കോസ് സ്ക്വയർ ടി പ്ലസ് സൈൻ സ്ക്വയർ ടി ഈക്വൽ ടു 1. ദാറ്റ് ഈസ് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഈക്വൽ ടു 1. ഇത് എന്തിൻ്റെ ഇക്വേഷനാണ്? ദിസ് ഈസ് ദ ഇക്വേഷൻ ഓഫ് എ സർക്കിൾ വിത്ത് സെൻറ്റർ അറ്റ് ദി ഒറിജിൻ ആൻഡ് റേഡിയസ് 1 അല്ലേ. അപ്പോൾ നമുക്കിതൊന്ന് പ്ലോട്ട് ചെയ്ത് നോക്കാം. ഒരു കാർട്ടീഷ്യൻ പ്ലെയിനിൽ എക്സിലും വൈയിലുള്ള കാർട്ടീഷ്യൻ പ്ലെയിനിൽ ഞാനിത് പ്ലോട്ട് ചെയ്തു. ഓക്കെ, അപ്പോൾ നോക്കുക, ഫസ്റ്റ് ടി ഈക്വൽ ടു 0 അല്ലേ, 0 to 2π വാരി ചെയ്യുന്നത്. 0ൽ എഫ് ഓഫ് 0 ജി ഓഫ് 0 എന്താ, സൈൻ എഫ് ഓഫ് 0 എന്ന് പറഞ്ഞാൽ കോസ് 0 ജി ഓഫ് 0 സൈൻ 0, കോസ് 0 1 1 0. ഇതാണ് നമ്മൾ ഇനീഷ്യൽ പോയിൻറ്റ് 1 0. ഇവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഓക്കെ, ദെൻ π/2 ആവുന്ന സമയത്ത് നോക്കി നോക്ക്, കോസ് π/2 സൈൻ π/2, അതായത് 0 1 0 1 കൂടിയതാ ഈ ഒരു ഓർഡറിലല്ലേ വരും. 2π ആവുന്ന സമയത്ത് നോക്ക്, കോസ് 2π സൈൻ 2π എന്തായിട്ട് മാറും, 1 0 ആയിട്ട് മാറും അല്ലേ. അഗെയിൻ 1 0 ആയിട്ട് മാറും. അപ്പോൾ അത് ഇക്വേഷൻ ഓഫ് എ സർക്കിൾ വിത്ത് സെൻറ്റർ അറ്റ് ദി ഒറിജിൻ ആൻഡ് റേഡിയസ് 1. ഓക്കെ, ഇത് ക്ലോക്ക് വൈസിലാണോ ഉള്ളത്, ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനാണ് അല്ലേ, ഓർ കൗണ്ടർ ക്ലോക്ക് വൈസ് ഡയറക്ഷനിലാണ് ഈ ഒരു ഗ്രാഫ് മൂവ് ചെയ്യുന്നത്. അപ്പോൾ മനസ്സിലാക്കി വെക്കുക, എക്സ് ഈക്വൽ ടു കോസ് ടി, വൈ ഈക്വൽ ടു സൈൻ ടി എന്ന് പറഞ്ഞാൽ അതെന്താണ്, ഒരു സർക്കിളിൻ്റെ ഇക്വേഷനാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത് എന്നുള്ളത്.
പാരാമെട്രിക് ഫോമിലാണ്, ടിയിലാണുള്ളത് അല്ലേ, ഡയറക്റ്റ് കാർട്ടീഷ്യൻ ഫോമിലല്ല. ഓക്കെ, നെക്സ്റ്റ് നോക്കാം. എക്സ് ഈക്വൽ ടു കോസ് ടി, വൈ ഈക്വൽ ടു മൈനസ് സൈൻ ടി, 0 > ടി < π. വേറൊരു എക്സാമ്പിളാണ്, ഒരു പാരാമെട്രിക് കേർവിന് എക്സാമ്പിളാണ്. ഇവിടെ എന്താ വ്യത്യാസം? വൈ മൈനസ് സൈൻ ടി ആയിട്ടുണ്ട്. നമുക്കിത് ഏതാണെന്ന് മനസ്സിലാക്കി ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ടി എലിമിനേറ്റ് ചെയ്യാം. ദാറ്റ് ഈസ് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ, ദാറ്റ് ഈസ് കോസ് സ്ക്വയർ ടി പ്ലസ് മൈനസ് സൈൻ സ്ക്വയർ ടി ഈക്വൽ ടു 1. അതായത് എന്താ കിട്ടുക? എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഈക്വൽ ടു 1. ഇക്വേഷൻ ഓഫ് എ സർക്കിൾ വിത്ത് സെൻറ്റർ, ഒറിജിൻ ആൻഡ് റേഡിയസ് 1 ആണ്. പക്ഷെ നമുക്ക് ആ ഒരു ഡയറക്ഷനും കൂടെ ഒന്ന് ചെക്ക് ചെയ്യാം. ടി ഇനീഷ്യൽ പോയിൻ്റ് എന്താ? ടി 0 ആവുക എന്ന് പറഞ്ഞാൽ കോസ് 0 മൈനസ് സൈൻ 0, അതായത് 1 0 തന്നെ. അപ്പോൾ ഇനീഷ്യൽ പോയിൻ്റ് 1 0, ദെൻ π/2 ആവുന്ന സമയത്ത് കോസ് π/2 മൈനസ് സൈൻ π/2, 0 ഇതിൽ -1, 0 -1 ഇതല്ലേ നെക്സ്റ്റ് പോയിൻ്റ് വരിക. അപ്പോൾ ഇത് ക്ലോക്ക് വൈസ് ഡയറക്ഷനിലല്ലേ മൂവ് ചെയ്യുക. ഓക്കെ, ഇത് സർക്കിളിൻ്റെ ഇക്വേഷൻ തന്നെയാണ്, സെൻറ്റർ ഒറിജിനും റേഡിയസ് 1 ആയിട്ടുള്ളത്. പിന്നെ ഡയറക്ഷൻ എന്താണ്? ക്ലോക്ക് വൈസ് ഡയറക്ഷനാണ്. ഓക്കെ, ഇതൊക്കെ എക്സാമ്പിൾസ് ആണ് പാരാമെട്രിക് കേർവ്സിന്, ഒന്ന് ഓർത്ത് വെച്ചാൽ മതി. ദെൻ റിമാർക്ക് നോക്കുക. ദി പാരാമെട്രിക് ഇക്വേഷൻ ഓഫ് എ സർക്കിൾ വിത്ത് സെൻറ്റർ x0 y0 ആൻഡ് റേഡിയസ് r ഈസ്. നമ്മളിപ്പോൾ പറഞ്ഞത് r ഈക്വൽ ടു കോസ് ടിയും y ഈക്വൽ ടു സൈൻ ടി എന്ന് പറയുന്നത് ഒറിജിൻ സെൻറ്ററും റേഡിയസ് 1 ആയിട്ടുള്ളതിൻ്റെതല്ലേ. ഇവിടെ പറയുന്നത് റേഡിയസ് ആറും സെൻറ്റർ x0 y0 ആണെങ്കിൽ എക്സ് ഈക്വൽ ടു പാരാമെട്രിക് ഇക്വേഷൻ എന്ന് പറയുന്നത് എക്സ് ഈക്വൽ ടു ആർ കോസ് ടി പ്ലസ് x0 വൈ ഈക്വൽ ടു ആർ സൈൻ ടി പ്ലസ് y0 ആണ്. 0 > ടി < 2π. 6 റേഡിയസ് ആണ്, x0 y0 പോയിൻ്റാണ്. ഓർമ്മിച്ച് നോക്കുക, പോയിൻ്റ് അല്ല സെൻറ്ററാണ് സർക്കിളിൻ്റെ. ഇതാണ് പാരാമെട്രിക് ഇക്വേഷൻ. നമുക്കിതിൻ്റെ കാർട്ടീഷ്യൻ ഇക്വേഷൻ എഴുതി നോക്കാം, ഇത് ശരിയാണോ എന്ന് ചെക്ക് ചെയ്യാമല്ലോ. കാർട്ടീഷ്യൻ ആണെങ്കിൽ ഒരു പോയിൻ്റ് x, y ഉണ്ടെങ്കിൽ എന്താ? x മൈനസ് x0 ഹോൾ സ്ക്വയർ പ്ലസ്, അതായത് ഇങ്ങനെ. ഇപ്പോൾ കാർട്ടീഷ്യൻ പ്ലെയിനിൽ ഇതൊരു x, y, സെൻറ്റർ x0 y0, റേഡിയസ് 6. ഇവിടെയുള്ള ഡിസ്റ്റൻസ് നോക്കിയിട്ട് ഇക്വേഷൻ എഴുതാം. എക്സ് മൈനസ് x0 ഹോൾ സ്ക്വയർ പ്ലസ് വൈ മൈനസ് y0 ഹോൾ സ്ക്വയർ ഈക്വൽ ടു, അതായത് ആർ സ്ക്വയർ കോസ് സ്ക്വയർ ടി പ്ലസ് എന്ത് കിട്ടും? പ്ലസ് ആർ സ്ക്വയർ സൈൻ സ്ക്വയർ ടി എന്ന് കിട്ടും. ദാറ്റ് ഈസ് ഈക്വൽ ടു ആർ സ്ക്വയർ ഇൻറ്റു കോസ് സ്ക്വയർ ടി പ്ലസ് സൈൻ സ്ക്വയർ ടി, ദാറ്റ് ഈസ് ഈക്വൽ ടു ആർ സ്ക്വയർ. അപ്പോൾ എക്സ് മൈനസ് x0 ഹോൾ സ്ക്വയർ പ്ലസ് വൈ മൈനസ് y0 ഹോൾ സ്ക്വയർ ഈക്വൽ ടു ആർ സ്ക്വയർ എന്ന് കിട്ടൂലേ. ഇവിടുന്ന് അറിയാം എക്സ് മൈനസ് x0 ആർ കോസ് ടി ആണ്, അതുകൊണ്ടാണ് ആർ സ്ക്വയർ കോസ് സ്ക്വയർ ടി എന്ന് എഴുതിയത്. അതായത് ഇതൊരു കാർട്ടീഷ്യൻ ഇക്വേഷനാണ്. അപ്പം കറസ്പോണ്ടിങ് പാരാമെട്രിക് ഇക്വേഷൻ ഓഫ് എ സർക്കിളാണ് അത്. എക്സ് ഈക്വൽ ടു ആർ കോസ് ടി പ്ലസ് x0, വൈ ഈക്വൽ ടു ആർ സൈൻ ടി പ്ലസ് y0. നെക്സ്റ്റ് എക്സാമ്പിൾ നോക്കുക. എക്സ് ഈക്വൽ ടു ടി, വൈ ഈക്വൽ ടു ടി സ്ക്വയർ മൈനസ് ഇൻഫിനിറ്റി ലെസ് ദാൻ ടി ലെസ് ദാൻ ഇൻഫിനിറ്റി. എക്സ് ടിയും വൈ ടി സ്ക്വയറും ആണ്. ഇതാണ് നമുക്ക് തന്നിട്ടുള്ള പാരാമെട്രൈസേഷൻ. ടി വാരി ചെയ്യുന്നത് മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി ആണ്. ഈ ഒരു കേർവ് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യണമെങ്കിൽ നമുക്ക് ടി എലിമിനേറ്റ് ചെയ്യണം. ടി എലിമിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുക? എക്സ് ടി അല്ലേ, അപ്പോൾ ടീൻ്റെ സ്ഥാനത്ത് എക്സ് കൊടുക്കുക. വൈ ഈക്വൽ ടു ടി സ്ക്വയർ, വൈ ഈക്വൽ ടു എക്സ് സ്ക്വയർ. വൈ ഈക്വൽ ടു എക്സ് സ്ക്വയർ എന്ന് പറഞ്ഞാൽ എന്താ? ആ കേർവിൻ്റെ മുകളിൽ ഏതൊരു പോയിൻ്റ് എടുത്താലും അത് വൈ ഈക്വൽ ടു എക്സ് സ്ക്വയർ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. അതായത് ആ കേർവ് എന്താണ്? ഒരു പരാബോളയാണ് അല്ലേ. ഞാൻ ഇവിടെ ഒരു പരാബോള വരച്ചിട്ടുണ്ട്. ഇതാണ് എന്ത്? വൈ ഈക്വൽ ടു എക്സ് സ്ക്വയർ എന്ന് പറയുന്ന കേർവ്. ഓക്കെ, ഇവിടെ നിങ്ങൾക്ക് ചെക്ക് ചെയ്താൽ മനസ്സിലാവാം പോയിൻറ്റ്സ്. അല്ലെങ്കിൽ മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി ആണ് ഇനീഷ്യൽ പോയിൻറ്റും ടെർമിനൽ പോയിൻറ്റും ഒന്ന് നോക്കി നോക്കാം. അതായത് ടി എന്ത് ചെയ്യുക? മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി, മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി എന്ത് ചെയ്യുക? ഇൻക്രീസ് ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ്. ഓക്കെ, ഇതൊക്കെ ജസ്റ്റ് എക്സാമ്പിൾസാണ് പാരാമെട്രൈസേഷൻ ഓർ പാരാമെട്രിക് കേർവ്സിന്. എക്സാമ്പിൾസ് ജസ്റ്റ് ഒന്ന് ഓർത്ത് വെക്കുക, എവിടെയെങ്കിലും ഉപയോഗിക്കാനുണ്ടാവും. 4ാമത്തെ എക്സാമ്പിൾ നോക്കുക. നമുക്ക് തന്നിട്ടുള്ളത് എക്സ് ഈക്വൽ ടു എ കോസ് ടി, വൈ ഈക്വൽ ടു ബി സൈൻ ടി, 0 > ടി < 2π. നമുക്ക് ഇതിൻ്റെ കാർട്ടീഷ്യൻ ഇക്വേഷൻ എഴുതി കഴിഞ്ഞാൽ നമുക്ക് കറക്റ്റ് എന്ത് കിട്ടും? ഫോം കിട്ടും. ഏതാണ് കേർവ് എന്ന് മനസ്സിലാവും. ടി എലിമിനേറ്റ് ചെയ്യണം. അതായത് എക്സ് സ്ക്വയർ ബൈ എ സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ബൈ ബി സ്ക്വയർ കാൽക്കുലേറ്റ് ചെയ്ത് നോക്കുക. എക്സ് സ്ക്വയർ ബൈ എ സ്ക്വയർ എന്നാൽ എക്സ് എന്താ? എ കോസ് ടി. അപ്പോൾ എ സ്ക്വയർ കോസ് സ്ക്വയർ ടി ഡിവൈഡഡ് ബൈ എ സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ എന്ന് പറഞ്ഞാൽ ബി സ്ക്വയർ സൈൻ സ്ക്വയർ ടി ഡിവൈഡ് ബൈ ബി സ്ക്വയർ. അതായത് എക്സ് സ്ക്വയർ ബൈ എ സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ബൈ ബി സ്ക്വയർ ഈക്വൽ ടു, ഇവിടെ എ സ്ക്വയർ ഇവിടെ ബി സ്ക്വയറും കട്ട് ചെയ്ത് കോസ് സ്ക്വയർ ടി പ്ലസ് സൈൻ സ്ക്വയർ ടി ഈക്വൽ ടു 1. ഒരു എക്സ് സ്ക്വയർ ബൈ എ സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ബൈ ബി സ്ക്വയർ ഈക്വൽ ടു 1. ഇക്വേഷൻ കണ്ടാൽ നമുക്കറിയാം കാർട്ടീഷ്യൻ പ്ലെയിനിൽ ഒരു എലിപ്സ് ആണ്. അതായത് ടി 0 ആവുന്ന സമയത്ത് ഇനീഷ്യൽ പോയിൻറ്റ് 0 അല്ല. ഇനീഷ്യൽ പോയിൻറ്റ് ഏതാ? ടി 0 ആയി കഴിഞ്ഞാൽ എ കോസ് 0 ബി സൈൻ 0, അതായത് എ 0 എന്ന് പറഞ്ഞ പോയിൻ്റ്. അതാണ് ഇനീഷ്യൽ പോയിൻറ്റ്.
ടെർമിനൽ പോയിൻ്റ് അല്ല, നമുക്ക് 2π ആണ് ടെർമിനൽ പോയിൻ്റ്. π/2 നോക്കി നോക്ക്. എ cos π/2 ബി sin π/2, അതായത് ഇത് 0 ഇത് 1, അപ്പോൾ ബി വരും. ഇതാണ് പോയിൻ്റ് 0B. നോക്കിവിടെ ആൻറ്റി ക്ലോക്ക് വൈസ് ആണ് അല്ലേ, ക്ലോക്ക് വൈസ് അല്ല ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിലാണ് മൂവ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇതെന്താണ്, ഇവിടെയുള്ള പാർട്ടിക്കിൾസ് ഏതാ ഇക്വേഷൻ, ഈ തന്നിട്ടുള്ള ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. അത് ആ പോയിൻറ്റ്സ് എല്ലാം ഏത് കൂടിയാണ്, ആ പാർട്ടിക്കിൾസ് എല്ലാം എലിപ്സിലൂടെയാണ് എന്ത് ചെയ്യുന്നത്, മൂവ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ x = a cos t, y = b sin t എന്ന് പറഞ്ഞാൽ t 0 to 2π ആണ് വാരി ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഇതെന്തിൻ്റെ, എലിപ്സിൻ്റെ പാരാമെട്രിക് ഇക്വേഷനാണെന്ന് ഓർമ്മിച്ചോളാം. നമുക്കത് മനസ്സിലാക്കാൻ നമ്മൾ t എലിമിനേറ്റ് ചെയ്തിട്ട് എന്ത് ചെയ്താൽ മതി, ഈ കാർട്ടീഷ്യൻ പ്ലെയിനിലേക്കാക്കി മാറ്റിയാൽ മതി. നെക്സ്റ്റ് ഒരു സ്ട്രെയിറ്റ് ലൈൻ്റെ പാരാമെട്രിക് ഇക്വേഷൻസ് ആണ്. അതായത് പാരാമെട്രിക് ഇക്വേഷൻസ് x = at + b, y = ct + b ഡിസ്ക്രൈബ്സ് എ സ്ട്രെയിറ്റ് ലൈൻ എന്നാണ് പറഞ്ഞത്. അത് സ്ട്രെയിറ്റ് ലൈൻ ഡിസ്ക്രൈബ് ചെയ്യുന്നുണ്ട് എന്നാണ് പറഞ്ഞത്. അപ്പോൾ അത് പാരാമെട്രിക് ആണ് അല്ലേ, നമുക്കതിനെ കാർട്ടീഷ്യനിലേക്ക് t എലിമിനേറ്റ് ചെയ്തിട്ട് കാർട്ടീഷ്യനിലേക്ക് മാറ്റിയാൽ മനസ്സിലാവും സ്ട്രെയിറ്റ് ലൈൻ ആണോ എന്ന്. അപ്പോൾ t എലിമിനേറ്റ് ചെയ്യാൻ വേണ്ടി കുറച്ച് കേസുകളായിട്ടാണ് എടുക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് a ≠ 0 എന്ന് എടുക്കാം. ഓക്കെ, എയും സിയും ഒരുമിച്ച് എന്താവരുത്, 0 ആവരുത്. അപ്പോൾ ആ ഒരു കണ്ടീഷൻ ഉണ്ടെങ്കിൽ പിന്നെ ഉണ്ടാവുമോ എക്സും വൈയും. x ≠ 0 ആണെങ്കിൽ x എന്താ ഉണ്ടാവുക, at + b, t എന്ന് പറഞ്ഞാൽ x - b / a ഉണ്ടാവും. ഇനി t വൈൻ്റെ ഇതിൽ കൊടുക്കുക, y = ct + d, c × x - b / a + d, ദാറ്റ് ഈസ് y = c × x - b ഈ ad / a, ദാറ്റ് ഈസ് y = c / ax - b - cb / a പ്ലസ് എ ക്യാൻസലായിപ്പോയി, ബാക്കി എന്തുണ്ടാവുക, ഡി ഉണ്ടാവും അല്ലേ, എയും എയും ക്യാൻസലായി. ദാറ്റ് ഈസ് y = c / ax പ്ലസ് d മൈനസ് ഇതിങ്ങോട്ട് ക്രോസ് മൾട്ടിപ്ലൈ അല്ലേ, a d - cb / a, അതായത് y = mx + c ഫോമില ആയില്ലേ. അപ്പോൾ ഇതൊരു സ്ട്രെയിറ്റ് ലൈൻ്റെ ഇക്വേഷനാണ് വിത്ത് സ്ലോപ്പ് c / a. ഇവിടെ m ഏതാണ്, c / a ആണ്. ഇപ്പോൾ ഒരു സ്ട്രെയിറ്റ് ലൈൻ്റെ ഇക്വേഷനാണ്. ഇപ്പോൾ ഒരു കേസ് എടുത്തിട്ടുള്ളൂ, ഇഫ് a ≠ 0 എന്ന്. ഇനി a 0 ആയിക്കഴിഞ്ഞാൽ ബാക്കി എന്താ ഉണ്ടാവുക, x b മാത്രമായിട്ട് മാറും അല്ലേ. y = ct + d ആണ്. അപ്പോൾ x = b എന്ന് പറഞ്ഞാൽ വൈക്ക് പാരലായിട്ടുള്ളൊരു സ്ട്രെയിറ്റ് ലൈൻ തന്നെയല്ലേ, എന്നാൽ സ്ട്രെയിറ്റ് ലൈൻ ഫോം ചെയ്യുന്നുണ്ട്. ഇനി രണ്ടും 0 ആയിക്കഴിഞ്ഞാൽ x bയും y d, അപ്പോൾ പോയിൻറ്റ് ബി ഡി അല്ലേ, അതൊരു സ്റ്റേഷനറി പോയിൻ്റാണ്. അപ്പോൾ അതൊരു സ്ട്രെയിറ്റ് ലൈൻ ഫോം ചെയ്യുന്നില്ല. ആ ഗ്രാഫ് എന്താണ്, എയും ബിയും 0 ആയിക്കഴിഞ്ഞാൽ അവിടെ സ്ട്രെയിറ്റ് ലൈൻ ആവില്ല. ഓക്കെ, അപ്പോൾ ഇത്ര നേരം പറഞ്ഞത് പാരാമെട്രിക് കേഴ്സിൻ്റെ എക്സാമ്പിൾസാണ്. ഓരോന്നും ഓർമ്മിച്ചോളുക. അതിൽ നിന്ന് അത് ഏതിൻ്റെതാണെന്ന് മനസ്സിലാക്കാൻ വേണ്ടി നമ്മൾ t എലിമിനേറ്റ് ചെയ്തിട്ട് കാർട്ടീഷ്യൻ പ്ലെയിനിലേക്ക് കൊണ്ടുവരികയാണ് ചെയ്യുന്നത്. മനസ്സിലാവുന്നുണ്ടോ നോക്കാം.